എന്റെ അമ്മയുടെ കൂടെ കൂടിക്കൊള്ളാൻ ഞാൻ പറഞ്ഞു. അതുകൊണ്ടാ അവരെനിക്കിട്ട് ഈ പണി തന്നത്. അല്ലെങ്കിലേ ഇവളെയൊന്നും ഞാൻ എന്റെ കൂടെ ചേർക്കില്ല. അമ്മേ, ഞാൻ മടുത്തമ്മേ. ഈ വീടിനകത്തിട്ട് അവരെന്നെ കൊല്ലും. ഈ അനന്തപിള്ളയുടെ മകളാകുമ്പോഴേ അവൾ ഈ മാറിവാനീസ് കോളേജിൽ പഠിച്ചതല്ലേ? രാജുവും ആ കോളേജിൽ തന്നെയല്ലേ പഠിച്ചേ? അതെ, അത് ചിലപ്പോ ശരിയായിരിക്കും. ഇത്ര കൃത്യമായ ആ പേര് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യണമെങ്കിലേ എന്തെങ്കിലും ഒരു ചുറ്റിക്കളി ഉണ്ടായിരിക്കും അല്ലേ? പോ സാറേ, ഞാൻ കള്ളം പറയുന്നൊന്നുമല്ല. എന്റെ മനസ്സിൽ ഒരേ ഒരു പെൺകുട്ടിയേ ഉള്ളൂ. അവളെ ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്തു. ആ, അതെനിക്കറിയാം. രാജു വന്ന് വർമ്മ സാറിന്റെ മകളുടെ മുന്നിൽ നിന്നും മുങ്ങാൻ നോക്കിയതല്ലേ? പിന്നെ ആ കൊച്ചു പ്രാർത്ഥിച്ച് നിന്നെ വരുത്തി. രാജുവിന് ഈ നന്ദനയുമായി എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് ഋതികയോട് തുറന്നു പറയാൻ മടിക്കണ്ട കേട്ടോ. ഒന്ന് പോ സാറേ, എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയേണ്ട കാര്യമുള്ളൂ. ഞാൻ അത്തരക്കാരനല്ലാന്ന് സാറിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ. ശരിയെന്നാ, ഞാൻ പോട്ടെ. ആ ഋതു. ഹലോ രാജു, എവിടെയാ? ഞാനിവിടെ ഒരാളെ കാണാൻ വന്നതായിരുന്നു. എനിക്ക് അത്യാവശ്യമായി രാജുവിനോടൊരു കാര്യം പറയാനുണ്ട്. ആ, ഞാൻ വീട്ടിലേക്ക് വരാം. ആ വേണ്ട, ഞാനിവിടെ ജംഗ്ഷനിൽ നിൽപ്പുണ്ട്, ഇങ്ങോട്ട് വന്നാൽ മതി. ആ ശരി ശരി, ഞാൻ അങ്ങോട്ട് വരാം. കഷ്ടം. ഒരു ചെറുപ്പക്കാരൻ എന്തൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ സങ്കടം തോന്നാം. പക്ഷേ ഇവന്റെ കയ്യിലിരിപ്പ് ഓർക്കുമ്പോൾ ദീപക്കെ, തൽക്കാലം ജോലി നിർത്ത്, എന്നിട്ട് ആഹാരം കഴിക്കും. വാ. ഇന്ന് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നുമില്ല. നിനക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തു കഴിക്കാം. ആ ഋതിക രാജു വന്ന് കണ്ടാലോ അമ്മായി? ആ ഋതികയല്ല, ഇവിടുത്തെ ഋതുമോള്. ഋതുമോള് കണ്ടുവന്ന ഞാൻ പറഞ്ഞോളാം. മതി മതി, കഴിക്ക്. എന്തിനാടാ ദീപക്കെ നീ ഇങ്ങനെ തല്ലുകൊള്ളിയായി വളരുന്നേ? മറ്റുള്ളവരുടെ മുന്നില് ഒരു തലതെറിച്ചവെന്നുള്ള പേര് കേൾപ്പിക്കാതെ നിനക്ക് ഇനിയെങ്കിലും നന്നായിക്കൂടെ? നീ ഒരു ചെറുപ്പക്കാരനല്ലേ? ഇത്തരം വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന കാണുമ്പോ ഒരു സങ്കടം. അതുകൊണ്ട് പറഞ്ഞു പോയതാ. നിന്നെ വളരെ കുഞ്ഞിലേ മുതൽ കാണുന്നതല്ലേ? മറ്റുള്ളവരുടെ ചവിട്ടും തൊഴിയൊന്നും വാങ്ങിക്കാതെ നീ നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം ഒന്ന് മാറ്റാൻ നോക്ക്. താങ്ക് യു അമ്മായി, ഈ നല്ല അഡ്വൈസിന്. അല്ലെങ്കിലും ഞാൻ അടിമുടി മാറാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ഞാൻ മാറിക്കോളാം, ഞാൻ പൂർണ്ണമായിട്ട് മാറിക്കോളാം അമ്മായി. അമ്മായി എത്ര നല്ലവളാ. അമ്മായിയോട് എനിക്ക് കുട്ടിക്കാലം മുതലേ വലിയ സ്നേഹമാണ്. അമ്മായി വെറൊരു പാവാ. ഈ കുഞ്ഞമ്മാവിന്റെ ഋതികയുടെ ഉപദേശം കേട്ടാ അമ്മായി മോശക്കാരിയായിപ്പോയത്. ഒരു കാര്യം ചെയ്യ്, അമ്മായി ഇന്നു മുതല് ഞങ്ങളുടെ കൂടെ കുടിക്കോ. അമ്മയും അമ്മായും ഞാനും ഒറ്റ യൂണിയൻ. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് അമ്മായിയും കൂടെ ഞങ്ങളുടെ സംഘത്തിൽ ചേർക്കാം. അമ്മായിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതെന്റെ അമ്മ ചെയ്തു തരും. ആ, അത് കൊള്ളാം. ഞാനും കുറേ നാളായി വിചാരിക്കുന്നതാ നിങ്ങളുടെ കൂടെ കൂടണമെന്ന്. അവരുടെ കൂടെ നിന്നിട്ടേ ഒരു പ്രയോജനം ഇല്ലടാ. ആ അതെ അമ്മായി, ഒരു പ്രയോജനവും ഇല്ല. എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിലേ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം. ആ, നീ കഴിച്ചോ?
എന്നാ ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ യൂണിയനാ. മോനി വെള്ളം കുടിച്ച്, അല്ലെങ്കിൽ തൊണ്ടേ കുടുങ്ങും. നിങ്ങൾ എന്തേ കാണിച്ചേ? ചൂടാവാതടാ, നമ്മളൊക്കെ ഒരു യൂണിയൻ അല്ലേ? അവന്റെ ഒരു യൂണിയൻ. എന്താടാ? ദേ ഇവരെന്നെ കൊണ്ട് തിളച്ച വെള്ളം കുടിപ്പിച്ചു. ഞാൻ പെടലിക്ക് കുത്തിപ്പിടിച്ച് കുടിപ്പിച്ചൊന്നുമല്ലല്ലോ, നീ തനിയെ കുടിച്ചതല്ലേ? ഇവളെ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യോടാ. പോട്ടയുടെ മോനെ, നീ അതങ്ങ് ക്ഷമിച്ചോളാ. ഇവനെന്നെ യൂണിയനിൽ ചേരാൻ ക്ഷണിച്ചിരിക്ക. ഇവനൊന്നും ഒരു കാലത്ത് നന്നാവില്ല. എന്താടാ? ഇവരെനിക്കിപ്പോ ആവശ്യത്തിലേറെ ഫുഡ് തന്നു. അപ്പൊ ഞാൻ കരുതി ഇവർക്ക് എന്നോട് സ്നേഹമായിരിക്കുന്നു. അതുകൊണ്ട് എന്റെ അമ്മയുടെ കൂടെ കൂടിക്കൊള്ളാൻ ഞാൻ പറഞ്ഞു. അതുകൊണ്ടാ അവരെനിക്കിട്ട് ഈ പണി തന്നത്. അല്ലെങ്കിലേ ഇവളെയൊന്നും ഞാൻ എന്റെ കൂടെ ചേർക്കില്ല. അമ്മേ, ഞാൻ മടുത്തമ്മേ. ഈ വീടിനകത്തിട്ട് അവരെന്നെ കൊല്ലും. അതിനു മുമ്പ് അമ്മയ്ക്ക് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ ഒരല്പം കൂടി വെയിറ്റ് ചെയ്യ്. നിന്റെ തലവര മാറാനേ ഇനി അധിക കാലമൊന്നുമില്ല. ഒരു രാത്രിക്ക് ഒരു പകൽ ഉറപ്പല്ലേ? നിനക്കിപ്പോ വെളുപ്പാങ്കാലാ. ഇനി വരുന്നതേ നിന്റെ നല്ല കാലത്തിന്റെ പകലുകളാ. അത് ശരി, ഡിവോഴ്സ് വരെ എത്തിയ കാര്യങ്ങള് നീ ഇതെങ്ങനെ അറിഞ്ഞ? രാധമ്മ പറഞ്ഞു. രാധമ്മയോട് ആ രുക്മിണി നേരിട്ട് പറഞ്ഞതാ. അവൻ അത്രയ്ക്കായല്ലേ? അവിടെ വരെ കൊണ്ടുചെന്ന് എത്തിച്ചല്ലോ രുക്മിണി. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. രാജു, എടുത്തു ചാടിയുള്ള നടപടിയൊന്നും അല്ല ഇതിന് വേണ്ടത്. അല്ലെങ്കിലും യാതൊരു എത്തിക്സും ഇല്ലാത്ത ഒരുത്തനാ ഈ ഹരീഷ്. അമ്മയുടെ വാക്ക് കേൾക്കുന്നത് മാത്രമാ ഹരീഷിന്റെ കുഴപ്പം. എല്ലാവർക്കും അമ്മമാരില്ലേ? അമ്മ പറയുന്നത് കേട്ട് ആരെങ്കിലും ഒരു കാരണവുമില്ലാതെ സ്വന്തം ഭാര്യ ഉപേക്ഷിക്കോ? ഭാര്യയും അമ്മയും തമ്മിലെ പരമാവധി പൊരുത്തപ്പെടുത്താനല്ലേ നോക്കൂ. പക്ഷേ ഇവനെ നട്ടലില്ല. ഇവൻ ആ രുക്മിണി പറയുന്നിടത്തുനിന്ന് ഒരടി മുന്നോട്ട് വയ്ക്കില്ല. രാജു, അങ്ങനെയുള്ളവരുടെ മാരേജ് ലൈഫാണ് ഇതുപോലെ ഫെയിലായി പോകുന്നത്. എന്തായാലും ഇതങ്ങനെ വിട്ട പറ്റില്ല ഋതു. ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് അവളുടെ ജീവിതം വെച്ച് കളിക്കുന്ന ഈ അമ്മയും മകനെയും കോടതി കയറ്റണം. മനസ്സിലായില്ല. കോടതി കയറ്റണോന്ന്. അവൻ അവളെ വേണ്ടെങ്കിൽ അവൾക്കോ അവനെ വേണ്ട. ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്, അത്ര തന്നെ. യോജിക്കാത്ത ബന്ധങ്ങള് എന്തിനു മുന്നോട്ട് കൊണ്ടുപോകണം? ശ്രീക്കേ, ഇതിലും ഒന്നാം തരം ചെക്കനെ കിട്ടും. അവളുടെ കല്യാണം നമ്മൾ വേറെ നടത്തും. രാജു, ഇത് ഇമോഷണലായി പറയുന്നതാ. ഇമോഷണൽ ആയിട്ട് പറയുന്നതല്ല, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാ ഞാൻ പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. നാളെ ഞാനും രാജുവും തമ്മില് ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായാലോ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല ഋതു. ഉണ്ടായിന്നിരിക്കട്ടെ, ഫാമിലി ലൈഫല്ലേ. അങ്ങനെ ഉണ്ടായാ രാജു ഇതേ തീരുമാനം തന്നെ എടുക്കുവോ? ഡിവോഴ്സ് നടക്കട്ടെ എന്ന് പറയോ?